റൈസിംഗ് ഹരിയാന. ബാബ ലഖി ഷാ ബൻജാരയുടെ ജന്മവാർഷിക ദിനത്തിൽ നിരവധി ക്ഷേമ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി. കുരുക്ഷേത്രയിലാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സൈനി മന്ത്രിസഭ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. लखी शाह बंजारा जी जिन्होंने गुरु भक्ति और साहस का ऐसा उदाहरण पेश किया है जिसे युगों युगों तक याद रखा जाएगा, कोई भुला नहीं पाएगा। हम सब जानते हैं कि सिख इतिहास में बाबा लखी शाह बंजारा की जो महान कुर्बानियां हैं वो आज भी मैंने कहा है कि स्वर्ण अक्षरों में वो लिखी हुई है. ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് ലഖി ഷാ ബൻജാരയെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി അനുസ്മരിച്ചു. ബൻജാരയുടെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു സൈനി. ബാബ ലഖി ഷാ ബൻജാരയുടെ മഹത്തായ ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ജീവിതപാഠങ്ങൾ മാതൃകയാക്കാൻ മുഖ്യമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമത്വത്തിന്റെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ഇത്തരം മൂല്യങ്ങൾക്കാകും. മുഗളന്മാരുടെ കിരാത ഭരണത്തിനെതിരെ ധീരമായി പോരാടിയ സമരചരിത്രമാണ് ബൻജാരയുടേത്. ഡൽഹിയിലെ മാൾച്ച, റെയ്സിന, ബഹർകംബ, നരേല എന്നീ 4 ഗ്രാമങ്ങളുടെ ഭരണാധികാരിയായിരുന്നു ലഖി ഷാ ബൻജാര. നിരവധി ക്ഷേമ വികസന പദ്ധതികളാണ് സാധാരണക്കാർക്കായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നാടോടി സമൂഹത്തിന്റെയും ഉന്നമനത്തിനായി സൈനി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾക്ക് ഇതിനോടകം തന്നെ വൻ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. പരിവാർ പെഹചാൻ പത്ര പോലുള്ള സംരംഭങ്ങൾ കുടുംബങ്ങളുടെ ക്ഷേമത്തിന് തുണയായി. കർണാൽ, പൽവാൾ, റോഹ്താക് തുടങ്ങിയ നഗരങ്ങളിലെ ദരിദ്രരായ നാടോടി കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചു. മുഖ്യമന്ത്രി ഷെഹരി ആവാസ് യോജന 15,256 കുടുംബങ്ങൾക്കാണ് ഗുണപ്രദമായത്. ഗ്രാമീണ ആവാസ് യോജനയിൽ ഇതുവരെ ചേർന്നത് 4,532 ഗുണഭോക്താക്കൾ. ഡോക്ടർ BR അംബേദ്കർ ആവാസ് നവീകരൺ യോജനയിലൂടെ 76,985 BPL പട്ടികജാതി കുടുംബങ്ങൾക്ക് 416 കോടി രൂപ നൽകി. ഉജ്ജ്വല യോജന പ്രകാരം 13 ലക്ഷം LPG കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സൂര്യഘർ യോജന പ്രകാരം 18,000 വീടുകൾക്കാണ് സോളാർ പാനലുകൾ നൽകാനായത്. ആരോഗ്യ ഹരിയാനയ്ക്കും പദ്ധതികൾ നിരവധിയാണ്. ആയുഷ്മാൻ ഭാരത്, ചിരായു യോജന പ്രകാരം 20 ലക്ഷം ആളുകൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിച്ചു. മുഖ്യമന്ത്രി വിവാഹ് ശഗുൻ യോജന പ്രകാരം നിർധനരായ കുടുംബങ്ങൾക്ക് വിവാഹത്തിന് 71,000 രൂപ വരെ സഹായം നൽകുന്നു. ബൻജാരയുടെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുരുക്ഷേത്രയിലെ ഇഷാർഗഡ് ഗ്രാമത്തിൽ ബാബ ലഖി ഷായുടെ പ്രതിമ സ്ഥാപിക്കും. പ്രദേശത്തെ ചൗക്കിനും റോഡിനും ലഖി ഷായുടെ പേര് നൽകും. दादरी रोहतक यमुनानगर में मुख्य सड़कों के नाम की आपने बात कही है, इसको बिल्कुल ही विभाग को चेक करवा करके कि कौन सी सड़क है, किसका नाम रखा जाए. एक सड़क का नाम अवश्य लखी शाह बंजारा के नाम से रखा जाएगा. 31 लाख रुपए देता हूं कि वहां पर एक लखी शाह बंजारा के नाम से एक वहां पर कम्युनिटी हॉल खड़ा हो और वहां पर एक लखी शाह बंजारा का मूर्ति स्थापित हो. उसके लिए मैं आज घोषणा करता हूं. അദ്ദേഹത്തിന്റെ സ്മാരകമായി കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുമെന്നും സൈനി പറഞ്ഞു. മുഗൾ സ്വേച്ഛാധിപത്യത്തിനെതിരെ ലഖി ഷാ നടത്തിയ പോരാട്ടം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന ശക്തിപ്പെടുത്താൻ അടിസ്ഥാന സൗകര്യ വികസനം ശക്തമാക്കുകയാണ് സൈനി സർക്കാർ. പുതിയ ഭൂമി വാങ്ങൽ നയത്തിന് ഹരിയാന മന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. പുതിയ നയമനുസരിച്ച് വികസന പദ്ധതികൾക്കായി സർക്കാർ വകുപ്പുകൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, പൊതുമേഖലാ കമ്പനികൾ എന്നിവയ്ക്ക് നേരിട്ട് ഭൂവുടമകളിൽ നിന്ന് ഭൂമി വാങ്ങാനാകും. ജീവനക്കാരെയും ചേർത്തു പിടിച്ചാണ് സൈനി മന്ത്രിസഭ കുതിക്കുന്നത്. വനിതാ സർക്കാർ ജീവനക്കാർക്ക് പ്രതിവർഷ കാഷ്വൽ അവധി 20 നിന്ന് 25 ആക്കി. കരാർ ജീവനക്കാർക്ക് അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പകരം അവധിയെടുക്കാം.
സർവീസിലിരിക്കെ മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് മരണാനന്തരം 2 വർഷത്തേക്ക് വീട്ടുവാടക അലവൻസ് ലഭിക്കും. 474 കോടി രൂപയുടെ AI വികസന പദ്ധതികളാണ് സൈനി സർക്കാർ നടപ്പിലാക്കുന്നത്. അടുത്ത 3 വർഷം കൊണ്ടാകും പദ്ധതി നടപ്പാക്കുക. ഗുരുഗ്രാമിൽ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ, പഞ്ച്കുലയിൽ ഹരിയാന അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മോദി സർക്കാരിന്റെ വിഷൻ 2047നോടനുസൃതമായി സംസ്ഥാനവും വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും പുതിയ ഒരു വകുപ്പിനും സൈനി മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ എന്ന വകുപ്പാണ് നിലവിൽ വരിക. ഹരിയാനയെ 1 ട്രില്യൺ ഇക്കോണമിയാക്കുമെന്ന സൈനി സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന് മുതൽക്കൂട്ടാകും പുതിയ വിഭാഗം.